4 സവോളയും 2 പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് മതി. ഇനി അതിലേക്ക് അതിലേക്ക് 2 പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം. ഈ തക്കാളി നല്ലോണം ഉടഞ്ഞ് വെള്ളം പറ്റിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. തക്കാളി നല്ലോണം വഴഞ്ഞ് വരട്ടെ. തക്കാളിയും സവോളയും നല്ലോണം വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ, നാളികേരം, ചെറിയ കഷ്ണം ഗ്രാമ്പു, 1 ഗ്രാമ്പ്, ചെറിയ കഷ്ണം പട്ട, 4 വെളുത്തുള്ളി, കറിവേപ്പില, 2 ചുവന്നുള്ളി, മുളകും പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വറുത്ത് വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇനി ചേർക്കാം. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ചെറു തീയിൽ ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ചെറുതീയിലിട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി ഉപ്പ് എല്ലാം കറക്റ്റാണ്. അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടോ? അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.